ഇന്നത്തെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ആശയും നിശ്ചയവും. കാണാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളല്ല, കാണാത്തവ. വിശ്വാസത്തിന്റെ ഏറ്റവും നല്ലൊരു നിർവചനം. നാം കാണാതിരിക്കുന്നതും അതേസമയം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതുമായ ഒന്നിനെ കുറിച്ചുള്ള ഉറപ്പും നിശ്ചയവുമാണ് വിശ്വാസം. വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കാം എന്നൊരു ചിന്താഗതി പൊതുവെ ഇന്ന് എല്ലാവരുടെയും ഉള്ളങ്ങളിലുണ്ട്. ഒരുവന്റെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ലഭിക്കുന്നു എന്ന് കരുതുന്നവർ അനേകരാണ്. എന്നാൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം എന്താണ്, അതെന്തല്ല, വിശ്വാസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമേറിയൊരു പഠനം എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്ന് വളരെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നായി മനസ്സിലാക്കുവാൻ സർവശക്തൻ കൃപ നൽകട്ടെ. നാം സുവിശേഷ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ സുവിശേഷത്തിന്റെ പ്രസക്തി വിശ്വാസത്തിനാണ്, ലേഖനങ്ങളുടെ പ്രസക്തി ജീവിതത്തിനാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രസക്തി ജയാളിക്കാണ്, ജയത്തിനാണ്. ഒന്നുകൂടെ പറയട്ടെ, സുവിശേഷങ്ങൾ ഊന്നൽ നൽകുന്നത് വിശ്വാസത്തിന്റെ ശക്തിക്കും വിശ്വാസത്തിന്റെ മഹത്വത്തിനും വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾക്കുമാണ്. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അത് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനമാണെങ്കിലും പത്രോസ് എഴുതിയ ലേഖനങ്ങളാണെങ്കിലും യോഹന്നാന്റെ ലേഖനങ്ങളാണെങ്കിലും യാക്കോബിന്റെയും യൂദയുടെയും ഒക്കെ എഴുത്തുകളാണെങ്കിലും അവിടെയെല്ലാം ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ലേഖനങ്ങളെ കുറിച്ച് നാം കാണുമ്പോൾ റോമാലേഖനവും ഗലാത്യ ലേഖനവും എബ്രായ ലേഖനത്തിലും അവിടുത്തെ ഏറ്റവും വലിയ പ്രസക്തി ജീവിതത്തിനാണ്. അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വചനം ആവർത്തിക്കും. ലേഖനങ്ങളിലെ എല്ലാ ആശയങ്ങളും നാം സവിസ്തരം പഠിക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യമാണ് ധാർമ്മികത, നീതിബോധം, ശുദ്ധ മനസാക്ഷി, നിർവ്യാജ സ്നേഹം, സ്വഭാവ ശ്രേഷ്ഠതകൾ, ആത്മീയ ജീവിതം, വിശുദ്ധീകരണം, ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. ഇതിനൊക്കെയാണ് അപ്പോസ്തലന്മാർ എഴുത്തുകളിലൂടെ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. പുതുനിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം സഭകളോട് പറയുന്ന ദൂതുകളിൽ ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള പ്രബോധനം ആവർത്തിച്ച് നാം വായിക്കുമ്പോൾ എല്ലാ സഭകളോടുള്ള ദൂതിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു പ്രവാചക വാക്യമാണ്, ജയിക്കുന്നവന് ഞാൻ കൊടുക്കും, ജയിക്കുന്നവന് മന്ന കൊടുക്കും, വെള്ളി ഉടുപ്പ് കൊടുക്കും, പുതിയ പേര് കൊടുക്കും, പുതിയ നക്ഷത്രം കൊടുക്കും, ആലയത്തിലെ തൂണാക്കും, മഹാപ്രതിഫലങ്ങൾ കൊടുക്കും, കിരീടങ്ങൾ കൊടുക്കും, സിംഹാസനത്തിൽ ഇരിക്കാൻ വരം കൊടുക്കും, പുതിയ മന്ന കൊടുക്കും, അവന്റെ പേര് പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ആയതിനാൽ പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ ജയാളിക്ക്, ജയത്തിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. എന്ത് ജയമാണ്? അത് പാപത്തെ ജയിച്ച ജയമാണ്, അത് ലോകത്തെ ജയിച്ച ജയമാണ്, അത് സ്വയത്തെ ജയിച്ച ജയമാണ്, അത് പിശാചിനെ ജയിച്ച ജയമാണ്, അത് എല്ലാവിധമായ മോഹങ്ങളുടെ മേൽ, ആസക്തികളുടെ മേൽ, താല്പര്യങ്ങളുടെ മേൽ, വശീകരണങ്ങളുടെ മേൽ, എന്നെ ഗ്രസിച്ച് കളയാമായിരുന്ന സകലവിധമായ വശീകരണങ്ങളുടെ മേൽ അതിനോടെല്ലാം നോന്ന് പറഞ്ഞ, സമരസപ്പെടാത്ത, വിരോധമായി നിന്ന, ആ ലോകത്തിനോടെല്ലാം ക്രൂശിക്കപ്പെട്ട, പിശാചിനോട് എതിർത്ത് നിന്ന് സ്വയത്തെ മരിപ്പിച്ച, ജഡത്തെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശെടുത്ത ഒരു കൂട്ടം വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ കാത്തിരിക്കുന്ന മഹാപ്രതിഫലം, ഉത്തമ സമ്പത്ത്, അല്ലെങ്കിൽ വെളിപ്പെടാനുള്ള തേജസ്, ഇതൊക്കെ പറയുമ്പോൾ അത് ജയാളിക്ക് മാത്രമാണ്. അതാണ് എബ്രായ ലേഖനത്തിലെ ഇതിവൃത്തം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിക്കാത്ത എന്തോ വലുത്, അവർക്ക് ലഭ്യമാകാത്ത വലിയ പദവികൾ, വലിയ സ്ഥാനങ്ങൾ, വലിയ മാനങ്ങൾ, നിത്യതയുടെ അനുഗ്രഹങ്ങൾ ഇവിടെ ലോകം വെറുത്തവർക്ക്, ക്രൂശിനെ സഹിച്ചവർക്ക്, ക്രിസ്തുവിനെ സ്നേഹിച്ചവർക്ക്, വിശ്വാസം തള്ളിക്കളയാത്തവർക്ക്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാത്തവർക്ക്, നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണാത്തവർക്ക്, ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നിന്ന് വേർപെട്ടവർക്ക്, ഭൗതിക സമൃദ്ധിയും പണമോഹവും സ്വാർത്ഥ താല്പര്യങ്ങളോടും സ്ഥാനമാനങ്ങളോടും വിരക്തി തോന്നിയവർക്ക്, ഈ പറഞ്ഞതിനോടൊന്നും അനുരൂപപ്പെടാതെ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവർ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞവർ, അവരെത്ര ജയാളികൾ. അവർ ജയാളികളാണ്. അവർ കഷ്ടങ്ങളിൽ പിറുപിറുത്തില്ല. ദൈവപ്രവൃത്തി താമസിച്ചപ്പോൾ അവർ മത്സരിച്ചില്ല. അവർ ദൈവപ്രവൃത്തികളെ ചോദ്യം ചെയ്തില്ല. അവർ ഒരിക്കലും രക്ഷയെ അവഗണിച്ചില്ല. അവരാരും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചില്ല. പഴയ ഇസ്രായേൽ ചെയ്ത പോലെ ദൈവത്തിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചില്ല. അവർ ജീവിതം സൂക്ഷിച്ചു, വിശ്വാസത്തിന് വേണ്ടി പോരാടി, ഇന്നിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലനിന്നു, വചനത്തിൽ ഉറപ്പിക്കപ്പെട്ടവരാണ്, അപ്പോസ്തലികമായ ഉപദേശത്തിൽ നിലനിന്നവരാണ്, വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ വേർപെട്ടവരാണ്, അവർ കൃപയിൽ ജീവിച്ചവരാണ്, അവർ സത്യത്തിന് സാക്ഷികളായിരുന്നു. അവരെത്ര ജയാളികൾ. വെളിപ്പാട് പുസ്തകത്തിൽ അവിശ്വാസികൾക്കും പിന്മാറ്റക്കാർക്കും പരാജയപ്പെട്ടവർക്കും ജീവിതം തോൽപ്പിക്കപ്പെട്ടവർക്കും ദൈവകൃപയെ അലക്ഷ്യമായി തള്ളിക്കളഞ്ഞവർക്കും അപ്പോസ്തലികമായ ഉപദേശത്തിൽ നിന്ന്
വഴിമാറി സഞ്ചരിച്ചവർക്കും ഒക്കെ ഉള്ള ഓഹരി മറ്റൊന്നാണ്. എന്നാൽ വചനത്തിന് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ, നിർമ്മലതയോടെ ജീവിതം സൂക്ഷിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു സമൂഹം, അവർ ജയാളികളാണ്. തിരുസന്നിധി എന്നുള്ളത് ജയാളികൾക്ക് വേണ്ടിയുള്ള ദൂതാണ്. ജയത്തിൽ നിന്ന് ജയത്തിലെ, കൃപയിൽ നിന്ന് കൃപയിലെ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലെ, തേജസ്സിൽ നിന്ന് തേജസ്സിലെ നയിക്കപ്പെടുന്നവർക്കുള്ള ദൂത്. നമുക്കത് തുടർമാനമായി കേൾക്കാം. വിശ്വാസം എന്നതോ, അവിടെയാണ് നമ്മുടെ ദൂത് തുടങ്ങുന്നത്. അനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കാൻ. നിങ്ങൾ ദയവായി ഈ സന്ദേശങ്ങൾ എല്ലാവരും കേൾക്കട്ടെ. വചനത്തിന്റെ സത്യം എല്ലാവരും അറിയട്ടെ. എല്ലാവരും ദൈവകൃപ ആസ്വദിച്ചറിയട്ടെ. പുതിയ നിയമ സത്യങ്ങളിൽ എല്ലാവരും ജീവിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.